നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അന്താരാഷ്ട്ര വിമാന സർവീസുകളുടെ വിലക്കുകൾ നീക്കി ഇന്ത്യ വീണ്ടും പഴയ നിലയിൽ എത്തിയിരിക്കുകയാണ്. എന്നാൽ 2 വർഷത്തോളം സാധാരണഗതിയിലാകാൻ കാത്തിരുന്ന പ്രവാസികൾക്ക് പണി കിട്ടി. വിലക്കുകൾ നീങ്ങിയാൽ ടിക്കറ്റ് നിരക്ക് കുറയുമെന്ന് കാത്തിരുന്നവർക്കാണ് ഇരുട്ടടി നൽകിക്കൊണ്ട് വിമാന ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ വർദ്ധിച്ചു എന്ന വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത്. അങ്ങനെ നിലവിലുണ്ടായിരുന്ന ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ ഇല്ലാതാവുകയും പുതിയ സർവീസുകൾ ആരംഭിക്കാതിരിക്കുകയും ചെയ്തതോടെയാണ് യാത്രക്കാർ പ്രതിസന്ധിയിലായിരിക്കുന്നത്. പ്രധാനമായും കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നും സൗദിയിലെ ദമാമിലേക്കുള്ള യാത്രക്കാരാണ് ഇത്തരത്തിൽ പെട്ടിരിക്കുന്നത്. യുഎഇയിലേക്കുള്ള യാത്രക്കാരുടെ എണ്ണം കുത്തനെ കുതിച്ചെങ്കിലും നിലവിൽ പറയത്തക്ക വർധനവൊന്നും തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുമില്ല. എന്നാൽ ദമാമിലേക്കുള്ള പുതിയ വിമാന സർവീസുകൾ ഇവിടെ നിന്നും ആരംഭിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, കണക്ഷൻ ഫ്ലൈറ്റുകളുടെ ടിക്കറ്റ് നിരക്കിൽ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. മാർച്ച് 27-നാണ് ഇന്ത്യ അന്താരാഷ്ട്ര വിമാനങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് നീക്കിയത്. ഇത്തരത്തിൽ വിലക്ക് നീക്കിയതോടെ വിമാന സർവീസുകൾ കൂടുതൽ ആരംഭിക്കുമെന്നും ടിക്കറ്റ് നിരക്കിൽ ഗണ്യമായ കുറവ് ഉണ്ടായിരിക്കുമെന്നാണ് യാത്രക്കാർ പ്രതീക്ഷിച്ചത്. എന്നാലോ കോവിഡ് പ്രതിസന്ധി മാറുകയും ജീവിതം സാധാരണ നിലയിലാവുകയും ചെയ്തതോടെ സന്ദർശക വിസയിൽ കൂടുതൽ പേർ സൗദിയിലേക്ക് വരാനിരിക്കുന്ന സാഹചര്യത്തിലാണ് വിമാനയാത്രക്കാരുടെ പുതിയ കൊള്ള. സാധാരണ നിലയിൽ വിമാന സർവീസുകൾ ആരംഭിക്കും എന്ന ധാരണയിൽ പല വിമാന സർവീസുകളും ബുക്കിംഗ് വരെ സ്വീകരിച്ചു തുടങ്ങിയിരുന്നു. എന്നാൽ അവസാന നിമിഷം സർവീസുകൾ റദ്ദാക്കുകയാണ് ചെയ്തത്. സൗദിയിലെ ദമാമിലേക്ക് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് മാത്രമാണ് ഇപ്പോൾ നേരിട്ട് സർവീസ് ഉള്ളത്. ഏപ്രിൽ 4 മുതൽ ആഴ്ചയിൽ ഒരു സർവീസ് കൂടി കണ്ണൂരിൽ നിന്നും ദമാമിലേക്ക് ആരംഭിച്ചിട്ടുമുണ്ട്. എന്നാൽ ടിക്കറ്റ് വിലയാണ് ഇപ്പോൾ വില്ലനായിരിക്കുന്നത്. 2000 റിയാൽ മുതലാണ് ടിക്കറ്റ് നിരക്ക് തുടങ്ങുന്നത്. വൺ വേ നിരക്കാണിത്. കൂടുതൽ എയർലൈൻ കമ്പനികൾ കൂടി സർവീസ് രേഖപ്പെടുത്തി രംഗത്തെത്തിയാൽ മാത്രമേ ടിക്കറ്റ് നിരക്കിൽ വലിയ കുറവ് ഉണ്ടാവുകയുള്ളെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം വിസ ഓൺ അറൈവൽ പദ്ധതി പുനരാരംഭിച്ചിരിക്കുകയാണ് സൗദി അറേബ്യ. പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നതോടെ അമേരിക്ക, ബ്രിട്ടൻ, ഷെങ്കൻ മേഖല എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്ക് സൗദിയിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. കോവിഡ് വർദ്ധിച്ച സാഹചര്യത്തിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ് സൗദി നീക്കിയിരിക്കുന്നത്. ഇതിനെ തുടർന്നാണ് പദ്ധതി വീണ്ടും ആരംഭിച്ചിരിക്കുന്നത്. അമേരിക്ക, ബ്രിട്ടൻ, ഷെങ്കൻ തുടങ്ങി 3 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും സൗദി എയർലൈൻസ്, നാസ് എയർ, ഫ്ലൈ അദീൽ എന്നിവയിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കും. ഈ രാജ്യത്ത് നിന്നും വരുന്നവർക്ക് സൗദിയിലേക്ക് മുൻകൂട്ടി അപേക്ഷ സമർപ്പിക്കേണ്ടതില്ല. അല്ലാതെ തന്നെ ഇവിടേക്ക് വിസ ലഭിക്കും. 2019 ആരംഭിച്ച ഈ വിസ പ്രോഗ്രാമിന് അർഹരായ രാജ്യങ്ങളിലെ പൗരന്മാർക്കും ഓൺ അറൈവൽ വിസ ലഭ്യമാക്കാൻ അവസരമുണ്ട്. രാജ്യത്തേക്ക് പ്രവേശിക്കുന്നവർ കോവിഡിനെതിരെയുള്ള മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തിരിക്കണം. ഈ ഇൻഷുറൻസ് സൗദിയിലെ എല്ലാ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ നിന്നും ലഭിക്കുന്നതായിരിക്കും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.